Let's discuss question number 10. See, given below are two statements. First, we have a compound will undergo SN1 reaction. That's the statement. Second, we have a compound neopentyl chloride will not undergo SN2 reaction very easily, though it is a primary alkyl halide. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണോ, അത് രണ്ടുപേരും തെറ്റാണോ, ഇനി ഏതെങ്കിലും ഒരെണ്ണം ശരിയാണോ എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അടുത്ത പേജിലേക്ക് പോകുന്നിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം ആദ്യത്തത് എന്താണ്? SN1. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് SN1? അല്ലെ, SN1ന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത് ടെറഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. മോറോവർ SN1ന്റെ ആ ഒരു ഫീസിബിലിറ്റി കൂടുന്നത് എപ്പോഴാണ്? നമ്മളുടെ കാർബോകേറ്റയോൺ സ്റ്റേബിൾ ആണെങ്കിൽ SN1 വഴിയുള്ള റിയാക്ഷൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം SN1നുള്ള റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകേറ്റയോൺ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകേറ്റയോൺ. അല്ലാതെ നമ്മുടെ കോമ്പൗണ്ട് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറഷ്യറി ആണോ എന്നതിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ വെദർ അവർ കോമ്പൗണ്ട് അല്ലെ അതിന് ഉണ്ടാക്കുന്ന കാർബോകേറ്റയോൺ സ്റ്റേബിൾ ആണോ അല്ലയോ. ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ നിന്നും ആരിറങ്ങി പോവുകയാണ്? ക്ലോറിൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ക്ലോറിൻ പൊക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CH3 സിംഗിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് CH2 ആൻഡ് വാട്ട് കംസ് there പ്ലസ്. ദിസ് ഇസ് എ കാർബോകേറ്റയോൺ. ദിസ് കാർബോകേറ്റയോൺ സ്റ്റേബിൾ ആണോ അല്ലയോ? യെസ്, ഇറ്റ് ഈസ് സ്റ്റേബിൾ. കാരണം നെക്സ്റ്റ് ഇപ്പുറത്താരുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ സ്റ്റെബിലൈസ്ഡ് ത്രൂ ബാക്ക് ബോണ്ടിങ് റെസൊണൻസ് ആണ്. അപ്പൊ ഇത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകേറ്റയോൺ ആണ്. അപ്പൊ ഇത് ഹൈലി സ്റ്റേബിൾ ആയ കാർബോകേറ്റയോൺ ആണ്. അപ്പൊ ഈ റിയാക്ഷൻ അയാൾ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ കൂടിയും ഈ റിയാക്ഷൻ എന്ത് ചെയ്യും? SN1 വഴിയായിരിക്കും നടക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിയോപെന്റൈൽ ക്ലോറൈഡ് അല്ലെ വിൽ നോട്ട് അണ്ടർഗോ SN2. നമുക്കറിയാം SN2ന്റെ ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് SN2? SN2 ഓർഡർ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ വാട്ട് കംസ് ദിയർ ടെറഷ്യറി അല്ലെ. കാരണം പ്രൈമറിക്ക് സ്റ്റെറിക് ഫാക്ടർ കുറവാണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന നിയോപെന്റൈൽ ക്ലോറൈഡ്, ലെറ്റ് സീ ദാറ്റ് CH3 സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3 അല്ലെ. ഇതൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതൊരു ക്രൗഡഡ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പൊ ഈ ക്രൗഡ് ആയിട്ടുള്ള പാർട്ടിലൂടെ വേണം പുതിയ ന്യൂക്ലിയോഫൈൽ വന്ന് ആരെ അറ്റാക്ക് ചെയ്യാൻ? ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ. സോ പ്രാക്ടിക്കലി ആ ന്യൂക്ലിയോഫൈലിന് വന്ന് അല്ലെ ഈ നടുക്കുള്ള കാർബനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്താണ്? കുറവാണ്. അപ്പൊ ഈ റിയാക്ഷൻ വളരെ സ്ലോ ആയി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് പറയാം വിൽ നോട്ട് അണ്ടർഗോ SN2 എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം.